മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. തിരുസഭ ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയും അവിടെ വെച്ച് ഈശോയുടെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ വെട്ടിത്തിളങ്ങുന്നത് കാണുകയാണ്. അവിടെ ഒരു സ്വരമുണ്ടാവുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അവിടെ ഏലിയായും മോശയും ഈശോയോട് സംസാരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവിക ഭാവമായ വിശുദ്ധി ജീവിതത്തിൽ കാത്തുപരിപാലിക്കുന്നവർക്കൊക്കെ ദൈവസ്വരവും ദൈവ സംരക്ഷണവും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഈശോയുടെ മഹത്വം അവിടുത്തെ പരിശുദ്ധിയായിരുന്നു. ഈശോ മലയിൽ രൂപാന്തരീകരണപ്പെട്ടു എന്ന് നാം കാണുമ്പോൾ അവിടുത്തെ മഹത്വത്തിന്റെ വെളിപ്പെടുത്തലാണ്. അവിടുത്തെ മഹത്വം വിശുദ്ധിയാണ്. അവിടുത്തെ മുഖഭാവം മാറുകയാണ്. അവിടുത്തെ വസ്ത്രങ്ങൾ വെണ്മയോടെ വെട്ടിത്തിളങ്ങുകയാണ്. ദൈവിക ഭാവമായ ആത്മീയമായും ശാരീരികമായുമുള്ള പരിശുദ്ധി നിലനിർത്തണം നമ്മൾ ഓരോരുത്തരും. ഈ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ദൈവസ്വരം കേൾക്കാൻ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സ്വരം നമ്മുടെ ചെവികളിൽ കേൾക്കുവാനായിട്ട് പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒരു താബോർ അനുഭവത്തിലേക്കാണ് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. താബോർ അനുഭവം അത് പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും അനുഭവമാണ്. ഈശോനാഥൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് അവിടുത്തെ മുഖഭാവം മാറുന്നതും അവിടുത്തെ വസ്ത്രം വെണ്മയോടെ വിളങ്ങുന്നതും. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകണം. നിരന്തരമായ ഒരു പ്രാർത്ഥനാ ചൈതന്യം നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, നിനക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. നമുക്ക് നമ്മുടെ ആത്മീയവും ശാരീരികവുമായിട്ടുള്ള പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിലും നമ്മുടെ അധരത്തിലും ഉണ്ടായിരിക്കട്ടെ. ദൈവികമായ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി തീരും. ഒപ്പം നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയെ, ഈ ദിവസം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്കും വേദനകളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ ദിവസത്തിൽ ഇവരുടെ സകല കാര്യങ്ങളിലും അനുഗ്രഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.